Good morning, students. Today we are going to discuss rectification of discrepancy and reversal of claim of credit, Rule 71. Any discrepancy in the claim of input tax credit specified in Section 42, subsection 3, and the details of output tax liable to be added on account of continuation of such discrepancy shall be made available to the recipient making such claim in Form GST MIS1 and to the supplier in Form GST MIS2 through common portal on or before the last date of the month in which the matching has been carried out. അപ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ട് ഇൻവേർഡ് സപ്ലൈസും ഔട്ട്വേർഡ് സപ്ലൈസും ഇൻവേർഡ് സപ്ലൈസ് അത് റെസിപ്പിയൻറ്റ് കൊടുക്കുന്നതും ഔട്ട്വേർഡ് സപ്ലൈസ് സപ്ലയർ കൊടുക്കുന്നതും തമ്മിൽ മാച്ച് ചെയ്താലാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ക്ലെയിമിനെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് എത്രയാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഇത് തമ്മിൽ ഒരു പൊരുത്തക്കേട് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരുന്നില്ല, മാച്ചിങ് ആവുന്നില്ല എങ്കിലാണ് നമ്മൾ ഡിസ്പാരൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു റെക്ടിഫിക്കേഷൻ നടത്തണം, തിരുത്തൽ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സെക്ഷൻ 42 സബ്സെക്ഷൻ 3 അനുസരിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഔട്ട്പുട്ട് ലയബിലിറ്റിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ റെസിപ്പിയൻറ്റിന് എന്തെങ്കിലും ക്ലെയിം, അതേപോലത്തെ ക്ലെയിം നമുക്ക് ഡിസ്പാരൻസി ഉണ്ടെന്നുള്ളതിൻ്റെ ക്ലെയിം ചെയ്യാനായിട്ട് ഫോം GST MIS1 സപ്ലയർക്ക് ഫോം GST 2 കോമൺ പോർട്ടൽ വഴി ഓൺ ബിഫോർ ഒന്നില്ലെങ്കിൽ ആ ഡേറ്റിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ മാച്ചിങ് നടത്തിയ ഇതിനു മുമ്പോ ചെയ്യാവുന്നതാണ്. A supplier to whom any discrepancy is made available may make suitable rectification to the same of output supplies to be furnished for the month in which discrepancy is made available. അപ്പോൾ സപ്ലയറെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഡിസ്പാരൻസി ഇതേപോലെ പറയുകയാണെങ്കിൽ അത് റെക്ടിഫിക്കേഷൻസ്, അതിന് സ്റ്റേറ്റ്മെൻറ്റ്സിന് റെക്ടിഫിക്കേഷൻ, തെറ്റുകൾ തിരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് റെക്ടിഫിക്കേഷൻ നടത്തണം. അത് ഔട്ട്പുട്ട് സപ്ലൈസിൽ റെക്ടിഫിക്കേഷൻ നടത്തണം. ആ മാസം ഡിസ്പാരൻസി ഉണ്ടെന്ന് പറയുന്ന ആ മാസം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസിപ്പിയനെ സംബന്ധിച്ച് ഡിസ്പാരൻസി ആണെന്നോ പറയുകയാണെങ്കിൽ അതിൻ്റെ റെക്ടിഫിക്കേഷൻ ഇൻവേർഡ് സപ്ലൈസിൽ ആ മാസം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇഫ് ദ ഡിസ്പാരൻസി ഈസ് നോട്ട് റിക്വയർഡ് if the discrepancy is not rectified, an amount to the extent of discrepancy shall be added to the output liability of the recipient in his return to be furnished in Form GSTR 3 for the month succeeding the month in which the discrepancy is made available. ഇനിയിപ്പോൾ ഇതുപോലുള്ള തെറ്റുകൾ തിരുത്തുന്നില്ല, ഡിസ്പാരൻസി അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ മാറ്റുന്നില്ല എങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെസിപ്പിയൻറ്റിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ കൂടെ ഇത്രയും എമൗണ്ട്, എത്ര എമൗണ്ട് ആണോ മാച്ചിങ് അല്ലാതെ വന്നിരിക്കുന്നത് ആ എമൗണ്ട് ആഡ് ചെയ്യുകയും ഫോം GSTR 3 അത് കാണിക്കുകയും ചെയ്യും. ഫോം GSTR 3 ആ മന്തിൽ തന്നെ, ആ സക്സീഡിങ് മന്തിൽ തന്നെ അത് കാണിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഇസ് റെക്ടിഫിക്കേഷൻ. Rectification by the buyer means adding or correcting the details of an outward supply. സപ്ലയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റെക്ടിഫിക്കേഷനും അദ്ദേഹത്തിൻ്റെ ഫോം എന്ന് പറയുന്നത് ഫോം GSTR 1 ആണ്. ദാറ്റ് ഈസ് ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. ഔട്ട്വേർഡ് സപ്ലൈസ് ആണ് എപ്പോഴും സപ്ലയർ. ഇൻവേർഡ് സപ്ലൈസ് റെക്ടിഫിക്കേഷൻ നടത്തുന്നത് റെസിപ്പിയൻ്റ് ആണ്. അപ്പം സപ്ലയറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഡ് ചെയ്യുന്നതും കറക്റ്റ് ചെയ്യുന്നതും എല്ലാ ഡീറ്റെയിൽസും ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. അതിൽ വാലിഡ് റിട്ടേൺസ് വെച്ച് അദ്ദേഹം മാച്ച് ചെയ്യുന്നു. ഇൻവേർഡ് സപ്ലൈയുമായിട്ട് റെസിപ്പിയൻ്റ് കൊടുത്തിരിക്കുന്ന ഇൻവേർഡ് സപ്ലൈസുമായിട്ട് മാച്ചിങ് വരണം. റെക്ടിഫിക്കേഷന് റെസിപ്പിയനെ സംബന്ധിച്ചിടത്തോളം ഡിലീറ്റിംഗ് ഓർ കറക്റ്റിംഗ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈ. റെസിപ്പിയനെ സംബന്ധിച്ചിടത്തോളം ഇൻവേർഡ് സപ്ലൈസിൽ നടത്തുന്ന ഡിലീറ്റ് ചെയ്യുകയോ കറക്റ്റ് ചെയ്യുകയോ ഇതിനൊക്കെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ മെയ്ഡ് ബൈ റെസിപ്പിയൻ എന്ന് പറയുന്നത്. അത് ആരുമായിട്ട് മാച്ചിങ് ആവണം, അതായത് ഔട്ട്വേർഡ് സപ്ലയർ കൊടുക്കുന്ന ഔട്ട്വേർഡ് സപ്ലൈസുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇസ് ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മോർ ദാൻ വൺസ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് റൂൾ 72. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ് എന്ന് പറയും. അതായത് നേരത്തെ നമ്മൾ ക്ലെയിം ചെയ്ത അതിൽ തന്നെ ആ എമൗണ്ട് തന്നെ വീണ്ടും ക്ലെയിം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇൻവേർഡ് സപ്ലൈസിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം രജിസ്റ്റേർഡ് ഫോമിൽ. ദാറ്റ് ഈസ് ഫോം GST MIS1 ഇലക്ട്രോണിക്കലി ത്രൂ കോമൺ പോർട്ടൽ. അത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻവേർഡ് സപ്ലൈയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം രജിസ്റ്റേർഡ് പേഴ്സൺ ഇത്തരത്തിലുള്ള ഫോമിലൂടെ, ഫോം GST MIS1 ഇലക്ട്രോണിക്കലി ത്രൂ കോമൺ പോർട്ടൽ. ദെൻ മാച്ചിങ് ഓഫ് ക്ലെയിം ഓഫ് റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സിൻ്റെ റിഡക്ഷനോട് സംബന്ധിച്ചുള്ള അത്തരത്തിലുള്ള ക്ലെയിംസ് അതാണ് അതിൻ്റെ മാച്ചിങ് ആണ് അടുത്തത്. ദാറ്റ് ഈസ് റൂൾ 73.
അപ്പോൾ മാച്ചിങ് ഓഫ് ക്ലെയിം ഓഫ് റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് അത് മാച്ച് ചെയ്യേണ്ടത് നമ്മൾ ഫോം GSTR 3-ലാണ്. ദർ ഇസ് ഗുഡ്സ് ആൻഡ് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിനോടനുബന്ധിച്ച് വരേണ്ടതെന്ന് വെച്ചാൽ GSTIN, ദാറ്റ് ഈസ് ഗുഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് സപ്ലയറും അതുപോലെ തന്നെ റെസിപ്പിയൻറ്റും ആവശ്യമാണ്. പിന്നെ ക്രെഡിറ്റ് നോട്ട് നമ്പർ വേണം, ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡേറ്റ് വേണം, ടാക്സ് എമൗണ്ട് വേണം. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമാണ് ഇതുപോലുള്ള റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ്, എന്തെങ്കിലും റിഡക്ഷൻ ഔട്ട്പുട്ട് ടാക്സിലുള്ള എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ട്. The time limit for furnishing Form GSTR 1 under sections 37 and Form GSTR 2 under section 38. അതായത് ഔട്ട്വേർഡ് സപ്ലൈസും ഇൻവേർഡ് സപ്ലൈസുമാണ്. അത് ആ GSTRൻ്റെ ആ ഒരു ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാച്ച് ചെയ്യാനുള്ള ക്ലെയിം നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ എന്തെങ്കിലും റിഡക്ഷൻ നടത്താനുള്ള ആ ഡേറ്റ് കൂടി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡഡ് ആവുന്നു. കമ്മീഷണർ GST കൗൺസിലിൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരം എക്സ്റ്റൻഷൻ നൽകുകയാണെങ്കിൽ ഔട്ട്പുട്ട് ലയബിലിറ്റിയുടെ റിഡക്ഷനിലുള്ള ഡേറ്റിൽ ഏതാണോ ഡേറ്റ് തന്നിരിക്കുന്നത്, എക്സ്റ്റൻഡ് ഡേറ്റ് തന്നിരിക്കുന്നത്, ആ ഡേറ്റിൽ ഫേണിഷ് ചെയ്യാം. ഇനി ക്ലെയിം ഇൻ ദ റിഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡ്യൂ ടു ഇഷ്യൂറൻസ് ഓഫ് ക്രെഡിറ്റ് നോട്ട് കൊണ്ടുള്ള റിഡക്ഷൻ ആണ് വരുന്നതെങ്കിൽ അത് ഫോം GSTR 1-ലും അത് ആക്സെപ്റ്റ് ചെയ്യണം കറസ്പോണ്ടിങ് റെസിപ്പിയൻ്റ് അത് ആക്സെപ്റ്റ് ചെയ്യണം. കറസ്പോണ്ടിങ് അതിനനുസരിച്ച് അങ്ങനെ ഒരു റിഡക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് അത് റെസിപ്പിയൻ അംഗീകരിക്കണം. അത് ഫോം GSTR 2-ൽ അംഗീകരിച്ചിരിക്കണം. വിത്തൗട്ട് അഡ്മൻ ഷാൽ ബി ട്രീറ്റഡ് ആസ് മാച്ച്ഡ് ഇഫ് ദ റെസിപ്പിയൻ ഹാസ് ഫേർണിഷ്ഡ് ദ വാലിഡ് റിട്ടേൺ. അപ്പോൾ വാലിഡ് റിട്ടേൺ കൊടുക്കുകയാണ്, അത് മാച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഈ റെസിപ്പിയൻ്റ് അത് കൊടുക്കാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നേരത്തെ കൊടുത്തിരിക്കുന്ന ക്ലെയിമിൽ തന്നെ പോകുന്നതാണ്. Similarly, the claim of reduction in output tax shall be considered as matched if the output liability after reduction is equal or more the claim of the input tax credit. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റിഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ലയബിലിറ്റി കൊടുക്കുകയാണ്, അത് മാച്ച്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യും ഇഫ് ദ ഔട്ട്പുട്ട് ലയബിലിറ്റി ആഫ്റ്റർ റിഡക്ഷൻ കഴിഞ്ഞിട്ടും ഈക്വൽ ടു ഓർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ അത് മാച്ച്ഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. മോർ ഓവർ ദ സെയിം എമൗണ്ട് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ബൈ ദ കറസ്പോണ്ടിങ് റെസിപ്പിയൻ ഇൻ വാലിഡ് റിട്ടേണിൽ ഈ സെയിം എമൗണ്ട് തന്നെ റെസിപ്പിയൻ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. Next is final acceptance of reduction in output tax liability rule 74. ഫൈനൽ ആക്സെപ്റ്റൻസ് നടത്തണം. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ ടാക്സ് പീരീഡിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് ഫൈനൽ ആക്സെപ്റ്റൻസ് നൽകണം. അതിനനുസരിച്ചുള്ള റിഡക്ഷനാണ് നൽകുന്നത്. അത് മിസ്മാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റെക്ടിഫിക്കേഷൻ സപ്ലയറും അതുപോലെ റെസിപ്പിയൻറ്റും ഫോം GST MIS 1-ലൂടെ കോമൺ പോർട്ടൽ വഴി നടത്തേണ്ടതാണ്. Next is rectification of discrepancy in reduction of output tax liability and reversal of claim reduction rule 75. എന്തെങ്കിലും ഡിസ്പാരൻസി റിഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുമായിട്ട് അനുബന്ധിച്ച് വരുന്ന ഡീറ്റെയിൽസ് അങ്ങനത്തെ ഡിസ്പാരൻസി പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ അത് ക്ലെയിം ചെയ്യാം ഫോം GST MIS 1-ലൂടെ. അതുപോലെ തന്നെ റെസിപ്പിയൻ്റാണ് തോന്നുന്നതെങ്കിൽ ഫോം GST MIS 2-ലൂടെ കോമൺ പോർട്ടൽ വഴി അത് മാച്ചിങ് അല്ല എന്നുള്ളത് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്, അത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് ഈ ഫോമിലൂടെ. ഇനി സപ്ലയർ ഡിസ്പാരൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് റെക്ടിഫിക്കേഷൻ മേക്ക് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഡിസ്പാരൻസി എന്തെങ്കിലും റെസിപ്പിയൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റെക്ടിഫിക്കേഷൻ ഇൻവേർഡ് സപ്ലൈസിൽ റെസിപ്പിയൻറ്റും ചെയ്യണം. ഇനി വേർ ദ ഡിസ്പാരൻസി ഈസ് നോട്ട് റെക്ടിഫിക്കേഷൻ നടത്തിയില്ലെങ്കിൽ ഡിസ്പാരൻസി എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞത് ആ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ കൂടെ ആഡ് ചെയ്യും സപ്ലയറിൻ്റെ. അതുപോലെ അത് ഡെബിറ്റ് ചെയ്യും, ദാറ്റ് ഈസ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിലേക്ക് ഡെബിറ്റ് ചെയ്യും. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയതുകൊണ്ട് സപ്ലയറിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലയറിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ കൂടെ ആഡ് ചെയ്യുകയും അത് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിലേക്ക് ഡെബിറ്റ് ചെയ്യുകയും അത് അതിൻ്റെ റിട്ടേൺസ് ഫോം GSTR 3-ൽ അത് കാണിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഇസ് റെക്ടിഫിക്കേഷൻ. എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് റെക്ടിഫിക്കേഷൻ ബൈ ദ സപ്ലയർ മീൻസ് ഡിലീറ്റിംഗ്
മീൻസ് ഡിലീറ്റിംഗ് ഓർ കറക്റ്റിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ആൻ ഔട്ട്വേർഡ് സപ്ലൈ. അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലയർ റെക്ടിഫൈ ചെയ്യുന്നത് എപ്പോഴും ഔട്ട്വേർഡ് സപ്ലൈയിലാണ്. അവിടെയുള്ള കറക്ഷൻസോ ഡിലീഷൻസോ അതൊക്കെയാണ് നമ്മൾ റെക്ടിഫിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ വാലിഡ് റിട്ടേൺ, ആ ചെയ്യുന്ന കറക്ഷൻസിൻ്റെ വാലിഡ് റിട്ടേൺ ആര് കൊടുക്കണം? ഇതുപോലെ വാലിഡ് റിട്ടേൺ റെസിപ്പിയൻറ്റ് നൽകേണ്ടതാണ്. സിമിലർലി റെക്ടിഫിക്കേഷൻ ഓഫ് റെസിപ്പിയൻറ്റ് മീൻസ് ആഡിങ് ഓർ കറക്ഷൻ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ആൻ ഇൻവേർഡ് സപ്ലൈസ് സോ ആസ് ടു മാച്ച് ഡീറ്റെയിൽസ് ഓഫ് കറസ്പോണ്ടിങ് ഔട്ട്വേർഡ് സപ്ലൈ. അപ്പോൾ റെക്ടിഫിക്കേഷൻ റെസിപ്പിയൻറ്റ് നടത്തുവാണെങ്കിൽ അതിൻ്റെ ഇൻവേർഡ് സപ്ലൈസിലായിരിക്കും നടത്തുന്നത്. അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ഔട്ട്വേർഡ് സപ്ലൈസിൽ സപ്ലയർ ചെയ്യണം. നെക്സ്റ്റ് ഈസ് ക്ലെയിം ഓഫ് റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി മോർ ദാൻ വൺസ്. ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ റിഡക്ഷൻ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതെന്താണെന്നുള്ളതാണ് റൂൾ 76 ആണ്. അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷൻ ക്ലെയിംസ് വരുവാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് സപ്ലൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് രജിസ്റ്റേർഡ് പേഴ്സൺ ഫോം GST MIS1 ഇലക്ട്രോണിക്കലി ത്രൂ കോമൺ പോർട്ടൽ. നെക്സ്റ്റ് ഇസ് റീഫണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ റീക്ലെയിം ഓഫ് റിവേഴ്സൽസ്. റൂൾ 77. അപ്പോൾ ഇൻട്രസ്റ്റ് ടു ബി റീഫണ്ടഡ്, നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് തിരിച്ചു തരികയാണ്. അത് സെക്ഷൻ 42 സബ്സെക്ഷൻ 9 അതുപോലെ തന്നെ സെക്ഷൻ 43 സബ്സെക്ഷൻ 9 അത് ക്ലെയിം ചെയ്യുന്നത്. രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ ഹിസ് റിട്ടേൺസ് ഇൻഫോം GSTR 3 ആൻഡ് ഷാൽ ബി ക്രെഡിറ്റഡ് ടു ഹിസ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ് അത് ക്ലെയിം ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ടത്. ഫോം GST PMT 5 ദാറ്റ് ഇസ് പേയ്മെൻ്റ് ആണ്. and the amount credited shall be available for the payment of any future liability towards the interest or taxable person may claim refund of the amount under section 54. അപ്പോൾ ഇൻട്രസ്റ്റ് എന്തെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളെന്താ ചെയ്തിരിക്കുന്നത്, ഔട്ട്പുട്ട് ലയബിലിറ്റി റിഡക്ഷൻ അല്ലെങ്കിൽ റീക്ലെയിം ഓഫ് റിവേഴ്സൽസ് ആണ്. അപ്പോൾ റിവേഴ്സൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റീക്ലെയിം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റീഫണ്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കയ്യോടെ റീഫണ്ട് വേണമെന്ന് ആവശ്യപ്പെടാം. ഇല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് അതെന്ത് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി എന്തെങ്കിലും പേയ്മെൻറ്റ്സ് വേണമെങ്കിൽ അതിൽ നിന്ന് പൊയ്ക്കോളും, ഫ്യൂച്ചർ ലയബിലിറ്റി അതിൽ നിന്ന് പൊയ്ക്കോളും. അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ഇസ് മാച്ചിങ് ഓഫ് ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് ബൈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വിച്ച് ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് ബൈ ദ സപ്ലയർ. നമുക്കറിയാം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ 2 വ്യക്തികളാണുള്ളത്. ദറ്റ് ഈസ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഹൂ ഈസ് ഓപ്പറേറ്റിംഗ് ദ ഇ-കൊമേഴ്സ്, അതായത് ഇ-കൊമേഴ്സിൽ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി ഹു ഓൺസ് മാനേജേഴ്സ് ആൻഡ് കൺട്രോൾസ് ദി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം, അതിനാണ് നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താ ചെയ്യുന്നത്, അയാളൊരു സ്ഥലം ഒഴുക്കുകയാണ് സപ്ലയേഴ്സിന്, അതുവഴി കൺസ്യൂമേഴ്സിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ 2 വ്യക്തികളാണ് അവിടെ ഉള്ളത്. ദാറ്റ് ഈസ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററും സപ്ലയറും ഉണ്ട്. അപ്പോൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററുടെ എല്ലാ ഡീറ്റെയിൽസും ആരുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം, സപ്ലയറുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. അപ്പോൾ ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ദ സ്റ്റേറ്റ് ഓഫ് പ്ലേ